ബനു ആദമിനെ, ആദം സന്തതികളെ, മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു, ആദരവ് നൽകിയിരിക്കുന്നു. ഈ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മസ്ജിദുൽ ഹറമിനേക്കാളും ദുൽഹജ്ജ് മാസത്തെക്കാളും യൗമു അറഫയേക്കാളും കഅബയേക്കാളും ഹറമിൻ്റെ പ്രദേശങ്ങളെക്കാളും എല്ലാം പവിത്രതയുണ്ട് എന്നാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിന്. ആ അഭിമാനത്തിലുള്ള കടന്നുകയറ്റമാണ് ഒരാളെ സംബന്ധിച്ച് ഊഹിച്ചു പറയുക എന്നുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ. നമുക്കെന്തറിയാം? ഒരാളുടെ രഹസ്യം, ഒരാളുടെ ഗൈബ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. നമുക്കെന്തറിയാം? എന്നിരിക്കെ ഒരാളെ സംബന്ധിച്ച് അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കുക, അത് പറയുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്, അത് കഅബാലയത്തെയും മസ്ജിദുൽ ഹറമിനെയും ദുൽഹജ്ജ് മാസത്തെയും ദുൽഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരെ അതിനോട് അനാദരവ് കാണിക്കുന്നതിന് തുല്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്.